മാസം 1 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കർ വിറ്റാൽ മതി. ആകെ വേണ്ടത് കുറച്ച് QR കോഡാണ്. നമ്മളെ കയ്യിൽ നിന്ന് കൊടയോ അതല്ലെങ്കിൽ പേഴ്സോ അല്ലെങ്കിൽ ചാവിയോ വല്ലതും നഷ്ടപ്പെട്ട എങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടും? അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് കിട്ടിയ ആൾ തന്നെ എങ്ങനെ നമ്മൾ തിരിച്ചേൽപ്പിക്കും? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു QR കോഡ് മതി. നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ആപ്പിൽ നിന്നും കസ്റ്റമേഴ്സിന് QR കോഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ QR കോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ QR കോഡ് സ്റ്റിക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ QR കോഡ് കീ ചെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ QR കോഡ് കാർഡ് ആയിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ QR കോഡ് ടാഗ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഐറ്റം കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അവർ പർച്ചേസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അഡ്രസ്സിലേക്ക് ആ QR കോഡ് പ്ലസ് ഏതാണോ ഐറ്റം അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ, നെയിം കൃത്യമായി നമ്മൾ വാങ്ങിയിരിക്കണം. ആ നെയിമും ഫോൺ നമ്പറും നമ്മുടെ വെബ്സൈറ്റ് വഴി തന്നെ ഈ QR കോഡായിട്ട് ആഡ് ചെയ്യും. അപ്പം QR കോഡ് വഴി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിന്റെ നമ്പർ അവർക്ക് കിട്ടുകയും പിന്നെ ആ കസ്റ്റമറിനെ ഡയറക്റ്റ് വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു കീ ഉണ്ട്, എൻ്റെ ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഒരു കീ. ആ കാറിൻ്റെ കീ ചെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത QR കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണെന്ന് വിചാരിക്കാം. എൻ്റെ കീ ഞാൻ ഹോട്ടലിലോ വേറെ എവിടെയെങ്കിലോ വെച്ച് മറന്നുപോയി. ഇനിയിപ്പോൾ ഈ കീ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കീ ചെയിൻ്റെ അകത്തുള്ള QR കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് സ്കാൻ ചെയ്താലും എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അവർക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാനും എൻ്റെ അടുത്ത് പറയാം, ഓക്കെ എനിക്ക് നിങ്ങളെ കീ കിട്ടിയിട്ടുണ്ട്, QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ നിങ്ങളുടെ നമ്പർ കിട്ടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇനി ഇതെങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് മോഡൽ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ്, ഞാനൊരു ഡെമോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. business.zoctor.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫൈൻഡ് മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അണ്ടർ ദ ഫൈൻഡ് മീ നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെയാണ് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡെമോ അക്കൗണ്ട് അവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബിസിനസ് പോർട്ടലാണ്. ആ ബിസിനസ് പോർട്ടൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിക്കും പിന്നെ നമുക്ക് വരുന്ന ഓർഡേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്കിപ്പം ബിസിനസ് പോർട്ടൽ നമുക്ക് വേണ്ട, നമുക്കിപ്പം കുറച്ചും കൂടി ഫണ്ട് ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് WooCommerce പോലുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഷോപ്പിഫൈ പോലുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവര് വഴി നമുക്ക് വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കീ ചെയിൻസും QR കോഡ്സും സെല് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്കൊരു കസ്റ്റമർ പോർട്ടൽ അല്ലെങ്കിൽ കസ്റ്റമർ വെബ് എന്നുള്ള രീതിയിലാണ്. അവിടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, QR കോഡും കസ്റ്റമേഴ്സ് QR കോഡും ബാക്കിയുള്ള ഡീറ്റെയിൽസും പർച്ചേസ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഇതെങ്ങനെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ആദ്യം നമുക്ക് കസ്റ്റമർ ഓരോ സ്റ്റിക്കർ മുതൽ ഓരോ കീ ചെയിൻ മുതൽ ഓരോന്ന് വാങ്ങുമ്പോഴും ഒരു എമൗണ്ട് നമുക്ക് പേ ചെയ്യും. അത് നമുക്ക് അതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 3 ഇയർ ആണെന്ന് വിചാരിക്കാം. കാരണം വെച്ചാൽ ഒരാൾ ഒരു കീ ചെയിൻ വാങ്ങിക്കാൻ 3 വർഷത്തിൽ കൂടുതലൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ആ സമയം നമുക്ക് മിക്കവാറും അത് നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ നമുക്ക് ഒരു സ്പെക്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ആയാലോ, അതല്ലെങ്കിൽ നമ്മൾ കാറിന്റെ മുകളിൽ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കർ ആയാലോ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് 99 റുപ്പീസ് മുതൽ 230 വരെ എന്നുള്ള രീതിയിൽ നമുക്ക് ഐറ്റംസ് ഉണ്ട്. നമുക്കൊരു കസ്റ്റമർ നമ്മുടെ പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ടിൽ ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ രണ്ടാമതും വേറൊരു ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങി, ഇപ്പോൾ എൻ്റെ ബ്രദറിന് വേണ്ടിക്കോ എൻ്റെ വൈഫിന് വേണ്ടിക്കോ എൻ്റെ മദറിന് വേണ്ടിക്കോ എനിക്കിപ്പോൾ നാളെ വേറെ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ അത് വീണ്ടും ഈ ബണ്ടിലായിട്ട് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ കസ്റ്റമർ എല്ലാ പ്രൊഡക്റ്റും എക്സ്പീരിയൻസ് ഉണ്ടാവും ഒരേ രീതിയിൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിപ്പോൾ ഒരു 500 റുപ്പീസോ അല്ലെങ്കിൽ 300 റുപ്പീസോ വെച്ചിട്ട് ഒരു ബണ്ടിലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് എല്ലാ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും, നമുക്കൊരു വലിയ എമൗണ്ട് ഒറ്റയടിക്കാൻ കിട്ടും. ഇനി ഇതിപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത് നോക്കാം. ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പം ഒരു QR കോഡ് സ്റ്റിക്കർ എന്ന് പറയുന്ന സാധനം നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഹാർഡ്ലി 1 റുപ്പീസ് 1.5 റുപ്പീസ് ആണ് അതിന്റെ ബൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ QR കോഡിന്റെ ജസ്റ്റ് ഒരു കാർഡ് മാത്രം അത് നമ്മുടെ വാലറ്റിൽ വെക്കുന്നതോ അതല്ലെങ്കിൽ
വേറെ എവിടെയെങ്കിലും വെക്കുന്നതൊക്കെ ആണെങ്കിൽ അത് പ്രോബബ്ലി ലെസ് ദാൻ 1 റുപ്പീസ് വരും. നമുക്കിപ്പോൾ ഒരു ബിസിനസ് കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നെങ്കിൽ സിംഗിൾ സൈഡ് നമുക്ക് 1 രൂപയെ മാക്സിമം വരുന്നുള്ളൂ. ഇപ്പോൾ 2000 പീസ് അടിക്കുന്നെങ്കിൽ നമുക്ക് അതിൽ ആകെ 1 രൂപ വരുന്നുള്ളൂ. നമുക്ക് അതേ സൈസിൽ നമുക്ക് ബിസിനസ് കാർഡിന്റെ സൈസിൽ നമുക്ക് 2 കാർഡ് അടിക്കാൻ പറ്റും, റൈറ്റ്? അപ്പം നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 50 പൈസ, ഒരു 50 പൈസ മാത്രമേ ഒരു ഇതിൽ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ കീ ചെയിൻ ആണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നെങ്കിൽ തന്നെ നമുക്ക് ഒരു 20 റുപ്പീസ് എന്നുള്ള ഒരു മാർജിനിൽ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് പിന്നെ അത് സോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 70 to 90% ഡിറക്റ്റ് എന്താ പറയുക പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും. ആൻഡ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെയിൻലി വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം, ഒരു സെക്കൻഡറി ഇൻകം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആദ്യം വെറും സ്റ്റിക്കറോ അല്ലെങ്കിൽ വെറും കാർഡ് മാത്രം വെച്ച് ചെയ്യുക, അതിനുശേഷം QR കോഡിലേക്ക് പോവാം, പിന്നെ ടാഗിലേക്ക് പോവാം. അങ്ങനെ പ്രൊഡക്റ്റ് കാറ്റഗറി 1 by 1 ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും, ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഡിമാൻഡിൽ അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റ് 3 to 6 months നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിഗ് സെയിലും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ഫേസിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയോ നമ്മുടെ എല്ലാ പോസിബിൾ ഓപ്ഷനും വെച്ച് നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം. ഇത് എങ്ങനെ യൂസ് ആവും, എങ്ങനെയൊക്കെയാണ് ഇത് കസ്റ്റമേഴ്സിന് യൂസ് ആവുക എന്നുള്ളതിൻ്റെ ഒരു ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവയർനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യത്തെ ഒരു 3 മാസത്തോളം ടൈം ഫുള്ള് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ലിമിറ്റഡ് ആയി സ്റ്റോക്ക് വെച്ച് നമുക്ക് കോസ്റ്റ് കുറച്ച് കൂടിയാലും വളരെ ലിമിറ്റഡ് ആയി സ്റ്റോക്ക് വെച്ചിട്ട് മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റും. ഇന്ന് ഈ പറഞ്ഞ ഒരു വെബ്സൈറ്റും ഒരു പോർട്ടൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. AI ഉണ്ട്, ഒരുപാട് ഫ്രീ ടൂൾസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്, അതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെബ്സൈറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്ന വെച്ചാൽ ഒരു ഏജ് ബിറ്റ്വീൻ ഒരു മദർലിഹുഡ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതലും കസ്റ്റമർ ആയിട്ട് വരുന്നത്, ഒരു ഏജ് ബിറ്റ്വീൻ 30 to 40 എന്നുള്ള ആൾക്കാർ. കാരണം ഇവരാണ് ഒരേ സമയം കുട്ടികളെയും പേരൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവരെ നോക്കുന്ന ഒരു വിഭാഗം. ഫോർ എക്സാമ്പിൾ കല്യാണം കഴിച്ച് 1-2 കുട്ടികളുള്ള ആൾക്കാർ, മാതാപിതാക്കളുള്ള ആൾക്കാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബാഗ്, അംബ്രല അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ പലപ്പോഴായിട്ട് എന്തെങ്കിലും മിസ്സായി പോകുന്നത്, പ്രായ ആൾക്കാരയിലുള്ള ചാവി അല്ലെങ്കിൽ കണ്ണട ഇവരവിടെ ഇവിടെയൊക്കെ വെച്ച് മറന്നു പോകുന്നത്, ഇങ്ങനെയുള്ള പല പ്രോബ്ലങ്ങളും ഇവരെപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരായിരിക്കണം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാണാണ്ടായി പോയ സാധനങ്ങളിൽ വേറെ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് തിരിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത്, നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമാണ് ഇതിന്റെ മെയിൻ ചാനൽ. നിങ്ങളുടെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നത് എന്ന മുതൽ എങ്ങനെയാണ് ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് എന്നവരെയുള്ള A to Z ജേർണി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കസ്റ്റമർ ബേസ് കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്? ഇനി എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഏതൊക്കെ ടൂളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ്. നമുക്കിപ്പം ഒരു വെബ് അല്ലെങ്കിൽ വെബ് പോർട്ടൽ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കോഡും കാര്യങ്ങളും ക്ലോഡ് തരും. നമുക്ക് സൂപ്പർ ബേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി നിങ്ങളുടെ ബാക്ക് എൻഡ് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ചെയ്യും. വേഴ്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റിംഗ് എന്നൊക്കെ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ business.zoctor.in എന്ന് പറയുന്ന പേജ് ഉണ്ട്. അവിടെ ഈ 3 ടൂൾസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെമോ അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷനിൽ നമ്മൾ ഡെമോ കാണിക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പിന്നെ ഫീച്ചർ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ടൊരു ഡെമോ വേർഷൻ ആണ്. ഇതിൽ നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇനി നിങ്ങളെപ്പോൾ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് സ്റ്റോക്കോ അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റ് വേണ്ട, നിങ്ങൾക്ക് വെറും ഇൻസ്റ്റഗ്രാം മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും വഴി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ യാതൊരു വിധത്തിലുള്ള ടെക്നിക്കൽ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് വഴി വെച്ച് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പം സെല് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം.
ഇപ്പം ഞാൻ business.zoctor.in എന്നുള്ള പേജിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഫൈൻഡ് മീ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓൺ ടോപ്പ് തന്നെ. പിന്നെ ഇപ്പോൾ എക്സ്പ്ലോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ വരും. ഒന്ന് ബിസിനസ് ഓവർവ്യൂ ആണ്, ഒന്ന് കസ്റ്റമർ ഓവർവ്യൂ ആണ്. നമുക്ക് ആദ്യം കസ്റ്റമർ ഓവർവ്യൂയിലേക്ക് പോവാം. ഓക്കെ, കസ്റ്റമർ ഓവർവ്യൂ പോകുമ്പോൾ customer.zoctor.in എന്നുള്ള പേജിലേക്ക് പോയി. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ് കാണാം. ആദ്യം തന്നെ ബണ്ടിൽ പാക്ക് ഉണ്ട് 299. അതിൽ 5 ഐറ്റമാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കീക്കും ബാഗിനും വെഹിക്കിളും വാലറ്റും സ്പെക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള 5 ഐറ്റംസ് ആണ്. അതിൻ്റെ തന്നെയാണ് നമുക്കുള്ളത്. QR കോഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ വെഹിക്കിൾ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ QR ടാഗ് ഉണ്ട്. സ്പെക്സിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. വാലറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ ആഡ് കാർട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ഐറ്റം കണ്ട 129. ഇവിടെ വേറെ ഐറ്റംസിന് ചാർജസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡെമി ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്തത്, അതുകൊണ്ടാണ് നമ്പറൊക്കെ അങ്ങനെ. പിന്നെ ഇതാ നിങ്ങൾക്കിപ്പോൾ QR കോഡ്, നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്ത ഐറ്റംസിൻ്റെ QR കോഡ് താഴെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സാധനം നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരുമെന്നുള്ള മുകളിലൊരു മെസ്സേജും ഉണ്ട്. അതാണ് കസ്റ്റമറിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ ഉള്ളത് എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ എക്സ്പ്ലോർ, വി ആർ ഗോയിങ് ടു ദ ബിസിനസ് വ്യൂ. ഇവിടെ നമ്മളിപ്പം പേരടിക്കണം. പിന്നെ നമ്മളിവിടെ നമ്പർ കൊടുക്കണം. ആദ്യം സിറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ കൊടുക്കണം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം നമുക്ക് വ്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ്, നമ്മളിപ്പം വ്യൂ ഓർഡറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം കാണാൻ പറ്റും ഒരു ഐറ്റം ഇതിവിടെ പെൻഡിങ് ആയിട്ടുണ്ട്. റൈറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവർക്ക് ഡെലിവറി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ മാർക്ക് ആസ് പാക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മാർക്ക് ആസ് ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ വേറെ അടുത്തൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഷിപ്പ് ചെയ്തെന്നുള്ളത്. അതെന്ന് വെച്ചാൽ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടാവും, ഒരു കൃത്യമായ ട്രാക്കിംഗ് ഉണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റ് എവിടെയാണ് ഉള്ളത്, എന്താ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് എന്നുള്ളത് ഇപ്പം കണ്ടോ, നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്, ബണ്ടിൽ പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് QR കോഡിൻ്റെ ഇതുണ്ട്, നമുക്ക് വെഹിക്കിളിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, QR കോഡിൻ്റെ ടാഗ് ഉണ്ട്, പിന്നെ സ്പെക്സ് ഇതാ എല്ലാം ഇവിടെ കാണും. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ്സ് വരുത്തണമെങ്കിലോ അതൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് നടത്താൻ പറ്റും. വളരെ സിമ്പിളായിട്ട്, അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാണ്ട് ആർക്കും, ഒരു മൊബൈൽ യൂസ് ചെയ്യാൻ അറിയുന്ന ആർക്കും മാനേജ് ചെയ്യാൻ കഴിയുന്ന പോലെയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് റിയൽ ലൈഫിലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഡയറക്റ്റ് DM ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ ലൈവായിട്ട് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം എന്നുള്ളതിന് 1-to-1 ആയിട്ട് ഗൈഡൻസും അതേപോലെ നിങ്ങളെ ഇതിനു വേണ്ടിക്ക് കംപ്ലീറ്റ് ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നതാണ്. വേണമെങ്കിൽ നിങ്ങളൊരു ബിസിനസ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യും, നിങ്ങൾ ഡെലിവറി കാര്യങ്ങളെല്ലാം നോക്കും. അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ് സൈഡിലുള്ള എല്ലാ സംശയങ്ങളും അതുപോലുള്ള എല്ലാ സ്ട്രാറ്റജിക് പരമായ തീരുമാനങ്ങൾക്കും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുകയും ചെയ്യും. റൈറ്റ്, ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് DM ചെയ്താൽ മതി. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്നേരം തരുന്നതായിരിക്കും. Stay tuned for more business ideas. Thank you.